ശ്രീ ബേരിജോർ, നമ്മൾ പലതവണ ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്തതാണ്. എത്ര ചർച്ച ചെയ്താലും ആരൊക്കെ വിമർശിച്ചാലും തങ്ങൾക്കൊന്നുമില്ല എന്ന തരത്തിലാണ് സംസ്ഥാന സർക്കാരിൻ്റെ മുന്നോട്ടുള്ള പോക്ക്. മഴവെള്ളക്കെട്ടുകൊണ്ട് പകർച്ചവ്യാധി കൊണ്ട് നെട്ടോട്ടമോടുന്ന ജനങ്ങൾക്ക് ആശ്വാസമാകാൻ, അല്ലെങ്കിൽ അവർക്ക് എങ്ങനെ ഇതിൽ നിന്ന് പുറത്തേക്ക് വരാം എന്ന് ചിന്തിക്കാൻ ഒരു അവലോകന യോഗമില്ല. എന്നാൽ ലോ കേരള സഭയ്ക്കായി അവലോകന യോഗം വിളിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി. വിളിക്കുക മാത്രമല്ല, നേരത്തെ പല തവണകളായി ഏതാണ്ട് 3 കോടി രൂപയോളം അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. ശ്രീ മേരി ജോർജ്. അതെ, 3 കോടി രൂപ അനുവദിച്ചിരിക്കുന്നത്. 1 കോടി രൂപ പിന്നെ അതിന്റെ പ്രവാസി വകുപ്പാണ്, അതായത് ഇതുമായിട്ട് ബന്ധപ്പെട്ട വകുപ്പാണ് അനുവദിച്ചിരിക്കുന്നത്. പിന്നെ 50 ലക്ഷം രൂപ ഇതിന്റെ, അതായത് വെബ്സൈറ്റ് നവീകരണം, അതുപോലെ തന്നെ ഈ പ്രവാസികൾക്ക് വേണ്ടി കേരള സഭ കൂടാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന മഹാമന്ദിരത്തിന്റെ മോടി പിടിപ്പിക്കല്, അങ്ങനെ പോകുന്നു. പിന്നെ അടുത്ത 50 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ സാംസ്കാരിക തനിമ വെളിപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രോഗ്രാംസ് പ്രവാസികൾക്ക് ഈ കേരള സഭയിൽ വരുന്ന അംഗങ്ങൾക്ക് മുൻപിൽ പ്രദർശിപ്പിക്കുക എന്നുള്ളതിന് വേണ്ടി 50 ലക്ഷം രൂപ അങ്ങനെ പോകും. പിന്നെ 1 കോടി രൂപ അവരുടെ പ്ലെയിൻ ഫെയർ, അവരുടെ ആഹാരം, മറ്റതുപോലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നു. ഇങ്ങനെ അതായത് താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 1600 രൂപ പെൻഷൻ കിട്ടാതെ 6 മാസത്തെ കുടിശ്ശിക കിടക്കുകയാണ് ഇവിടെ. ആ പെൻഷൻ എന്ന് പറഞ്ഞാല് അതായത് അതിദരിദ്രരില്ലാത്ത കേരളമാക്കി മാറ്റും അടുത്ത നവംബർ 1 ആവുമ്പോഴത്തേക്കും എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ഈ 58 ലക്ഷം പേര് ഒരുപക്ഷെ ദരിദ്രരുടെ പട്ടികയിലാണ് എന്ന് പറയാതെ നിവൃത്തിയില്ല. കാരണം 1600 രൂപ കിട്ടിയിട്ട് വേണം അവർക്ക് മരുന്ന് വാങ്ങാൻ, അവർക്ക് മറ്റാവശ്യങ്ങൾ, ഭക്ഷ്യസാധനങ്ങൾ വാങ്ങാൻ. ഇപ്പൊ നമുക്കറിയാം, സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ വഴിയായിട്ട് 13 ഉൽപ്പന്നങ്ങൾ ഒട്ടും വില വർദ്ധിപ്പിക്കാതെ കൊടുക്കുമെന്ന് പറഞ്ഞ് ഭരണത്തിൽ വന്ന് ഗവൺമെന്റ് അതിന്റെ 5-6 ഐറ്റം മാത്രമാണ് ഇപ്പോൾ അങ്ങനെ കൊടുക്കാൻ പറ്റുന്നത്. അതുപോലും 50% മുതൽ 150% വരെ വില വർദ്ധിപ്പിച്ചു. അല്ലെങ്കിൽ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ പൂട്ടിപ്പോകേണ്ടി വരും എന്ന ഒരവസ്ഥ വന്നതുകൊണ്ട് അങ്ങനെ നമുക്കറിയാം 22,000 പേരാണ് ഇപ്പോൾ പെൻഷനാകാൻ പോകുന്നത്. അവർക്ക് കൊടുക്കാൻ തന്നെ 15 ലക്ഷം മുതൽ 80 ലക്ഷം വരെ കുടിശ്ശിക അവർക്ക് റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് കൊടുക്കേണ്ടതുണ്ട്. അതിന് എന്ത് ചെയ്യുമെന്നോർത്ത് ധനവകുപ്പ് തല പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവർക്ക് കൊടുക്കാൻ, അങ്ങനെ കൊടുത്ത് അവർ പിരിയാൻ അനുവദിക്കണോ, അവരുടെ റിട്ടയർമെന്റ് പ്രായം ഉയർത്തണോ, ഇത്തരം ചിന്തകളിലാണ് ധനവകുപ്പ്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരം നഗരം എങ്ങനെ കിടക്കുന്നു? അതായത് മെട്രോ നഗരം കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞ് വെട്ടിപ്പൊളിച്ചിട്ട്, അതായത് ഇവിടുത്തെ ഓരോ പൗരന്റെയും നെഞ്ചത്ത് വെട്ടിപ്പൊളിക്കുന്നത് പോലെയാണ് പൊളിച്ചിട്ടിരിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ വയ്യ. അതായത് അത്രയ്ക്ക് എന്ത് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ വയ്യാത്ത അത്ര വിരൂപമായിരിക്കുകയാണ്. ഈ നഗരത്തെയാണ് പ്രവാസികൾക്ക് മുൻപിൽ ഉയർത്തി കാണിക്കാൻ വേണ്ടി ഉള്ള ചില കളികൾ നടത്തി സാംസ്കാരിക മേളകളൊക്കെ നടത്തുമെന്ന് പറയുന്നത്. ഇനി അത് പോകട്ടെ, സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റുമോ? ഗുണ്ട വിളയാട്ടം, 5000-ലധികം ഗുണ്ടകളെ കസ്റ്റഡിയിലെടുത്തു മുഖ്യമന്ത്രി വന്നതിന് ശേഷം. പക്ഷെ അദ്ദേഹം ഇവിടെ ഇല്ലാതിരുന്ന സമയത്തൊക്കെ ഇവിടെ നടത്തിയ ഗുണ്ട വിളയാട്ടത്തിന്റെ കണക്കുകൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം. അങ്ങനെ ഗുണ്ട വിളയാട്ടം, അതായത് മനുഷ്യന് പുറത്തിറങ്ങാൻ നിവൃത്തിയില്ലാത്ത രീതിയിൽ വെട്ടിപ്പൊളിച്ചിട്ടിരിക്കുന്നു. അതുപോലെ തന്നെ പുറത്തിറങ്ങാൻ വീട്ടിലിരുന്നാലും ഗുണ്ടകൾ വെട്ടിപ്പൊളിക്കുന്നു, വീടുകൾ തകർക്കുന്നു. ഇതാണ് അവസ്ഥ. കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള അവസ്ഥയാണ് ഈ പറയുന്നത്. അതുപോലെ ആശുപത്രികളിൽ മരുന്നില്ല. അങ്ങനെ അങ്ങ് പോയാൽ ഈ സർവ്വ മേഖലയിലും ബുദ്ധിമുട്ടുകളാണ്. അതായത് എന്താ പറയാ, മഴക്കാല പൂർവ്വ ശുചീകരണം വാക്കുകളിൽ മാത്രമേ നടന്നിട്ടുള്ളൂ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് പകർച്ചവ്യാധികളുടെ ഒരു പെരുമഴക്കാലമാണ് നമ്മളുടെ മുൻപിലുള്ളത്, നമ്മൾ കാണാൻ പോകുന്നത്. അത്രയ്ക്ക് ശോച്യമായ ഒരവസ്ഥയിൽ ഈ സംസ്ഥാനം കിടക്കുമ്പോഴാണ് ഇതിന്റെ മുഖ്യമന്ത്രി പറയുന്നത് നമുക്ക് കേരള സഭ നടത്തണം. ആരാണ് ഈ കേരള സഭയിലുള്ള ആൾക്കാര്? പൗരപ്രമുഖരാണ്. അതായത് പ്രവാസി പ്രമുഖരാണ് ഇതിനകത്ത് പങ്കെടുക്കുന്നത്. അവര് വന്നു, അഭിപ്രായങ്ങൾ പറഞ്ഞു, ക്രോഡീകരിച്ചു. അവര് 2-3 ദിവസത്തെ ലൈഫ് എൻജോയ് ചെയ്തു. അങ്ങനെ പോകുന്നതുകൊണ്ട് ആർക്കാ പ്രയോജനം? നിന്റെ പുറം ഞാൻ ചൊറിഞ്ഞാൽ എന്റെ പുറം നീ ചൊറിയണം എന്ന കണക്കാണ്.
അവരെ ഇവിടെ സഹായിച്ചു വിടുന്നത് പോലെ അതിനേക്കാൾ എത്രയോ മടങ്ങാണ് അവരെ ഇനി ലോക കേരള സഭ വെളിയിൽ വെച്ച് നടത്തുമ്പോൾ, അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഇനി വരാനിരിക്കുന്ന 2 വർഷങ്ങൾ കൊണ്ട് നടത്താനിരിക്കുന്ന വിദേശ യാത്രകളിലൊക്കെ അദ്ദേഹത്തിന് കിട്ടാൻ പോകുന്ന സ്പോൺസർഷിപ്പും മറ്റ് ആനുകൂല്യങ്ങളെന്ന് നമ്മൾ ഓർക്കണം. ഇപ്പൊ ഓർക്കേണ്ടത്, ടൈം സ്ക്വയറിൽ വെച്ച് ഈ ലോക കേരള സഭ നടത്തിയപ്പോൾ സ്പോൺസർഷിപ്പ് ഓർത്തു നോക്കുക, 1 കോടി രൂപയുടെ ഡയമണ്ട് സ്പോൺസർഷിപ്പ് വരെ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അതിനോട് താഴേക്കുള്ള സ്പോൺസർഷിപ്പ് വഴി പോക്കറ്റിലേക്ക്, അതായത് ഇദ്ദേഹത്തെ താങ്ങി നടക്കുന്നവരുടെ പോക്കറ്റിലേക്ക് പണം ചെല്ലുക, മറ്റ് സൗകര്യങ്ങൾ ചെല്ലുക, മറ്റ് സൗജന്യങ്ങൾ ചെല്ലുക, ഇതൊക്കെയാണ് ഇവരുടെ ഒക്കെ ലക്ഷ്യം. അതായത് ഇവര് പരസ്പര സഹായ സംഘങ്ങളെ പോലെ ഈ പ്രവാസി പ്രമുഖരും, അതേ സമയത്ത് സാധാരണ പ്രവാസികൾക്ക് വേണ്ടി ഇവർ എന്തു ചെയ്തു? ഈ ലോക കേരള സഭ, നമുക്കറിയാം ഇവിടെ കോവിഡ് വന്ന കാലത്ത് ഏറ്റവും കൂടുതൽ പ്രവാസികൾ, ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ പ്രവാസികൾ വെളിയിലുള്ളത് കേരളത്തിൽ നിന്നാണ്. കോവിഡ് ബാധിച്ച മലയാളികൾ ഇങ്ങോട്ട് തിരിച്ചു വരാൻ ശ്രമിച്ചപ്പോൾ അവരെ നിർബന്ധപൂർവം സമ്മതിച്ചില്ല. പിന്നെ എപ്പോഴാണ് അവരിങ്ങോട്ട് വന്നത്? കേന്ദ്ര ഗവൺമെന്റ് വന്ദേ ഭാരത് പ്ലെയിൻസ് അനുവദിച്ചതിന് ശേഷം മാത്രമാണ് അവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റിയത്. അപ്പൊ എവിടെയായിരുന്നു ഈ ലോക കേരള സഭകൾ? അതിനു മുൻപ്, അതായത് ഈ 2020-21 മുൻപ് 2018 ആദ്യത്തെ ലോക കേരള സഭ നടത്തുന്നത്. നമ്മുടെ പ്രളയകാലത്ത് എന്ത് സഹായമാണ് ഈ ലോക കേരള സഭ ചെയ്തത്? അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു ചെറുവിരൽ പോലും അനക്കി ഇവിടുത്തെ തിരിച്ചു വന്ന പ്രവാസികളെയോ പ്രവാസത്തിലുള്ളവരെയോ സഹായിക്കാത്ത, ധനപ്രതിസന്ധിയുടെ ആഴത്തിൽ കിടക്കുന്ന കേരളത്തെ വീണ്ടും ഉലയ്ക്കുന്ന തരത്തിലുള്ള ഒരു പരിപാടിയാണ് ഈ ലോക കേരള സഭ എന്ന് പറയാതെ നിവൃത്തിയില്ല.